വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ ജയിലിലെ ചില വിചിത്ര രീതികളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കാൻ വിമുഖത കാട്ടിയ അഫാൻ താൻ വൈകുന്നേരങ്ങളിൽ പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞുവത്രേ. തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി. നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു. വെറും തറയിൽ ഉറങ്ങുന്നതിനും പ്രശ്നം. തുടർന്ന് പോലീസ് പായ വാങ്ങി നൽകി. തെളിവെടുപ്പിനായി കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ വെള്ളിയാഴ്ച രാത്രി പാർപ്പിച്ചത് പാങ്ങോട് പോലീസ് സ്റ്റേഷനിലായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് തെളിവെടുപ്പിനായി കൊണ്ടുപോകാൻ നേരം കട്ടൻ വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടു. താൻ സ്ഥിരമായി 4 മണിക്ക് കട്ടൻ കുടിക്കാറുണ്ടെന്നും ഇല്ലെങ്കിൽ തലവേദന എടുക്കുമെന്നുമാണ് പ്രതി പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ഇതോടെ ഒരു പോലീസുകാരൻ പ്രതിക്ക് കട്ടൻ വാങ്ങിക്കൊടുത്തു. അഫാനെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് തെളിവെടുപ്പ് നടത്തിയത്. അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ കേസിലായിരുന്നു തെളിവെടുപ്പ്. വൻ പോലീസ് സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ് നടന്നത്. വീടിന്റെ അകത്തേക്ക് കയറിയ ശേഷം അഫാൻ കൊല നടത്തിയ രീതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. 10 മിനിറ്റ് നേരത്തെ തെളിവെടുപ്പിന് ശേഷം വെഞ്ഞാറമൂടിലെ അഫാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെയും നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. വീട്ടിൽ വെച്ച് അമ്മയെ ആക്രമിച്ചതും സഹോദരനെയും പെൺസുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് എങ്ങനെയാണെന്നും വിശദീകരിച്ചു. കുറ്റബോധമോ ഭാവവേദമോ ഇല്ലാതെയാണ് ക്രൂരകൃത്യം ചെയ്ത സ്ഥലങ്ങളിൽ അഫാൻ പെരുമാറിയത്. മാതാവ് ഷെമിയുടെ കഴുത്തിൽ ഷാൾ കുരുക്കി ചുവരിലടിച്ച രീതിയും കാട്ടിക്കൊടുത്തു.